ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രശസ്തമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണേ. അപ്പോൾ 4 മണിക്കത്തെ ട്രെയിനാണ് നമ്മൾ പോയത്. നമ്മുടെ ചങ്കുത ഇവിടെ കയറി മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തമ്പാനൂർ ഇറങ്ങിയേ. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നടന്നു പോകാൻ. നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ അടുപ്പ് നമുക്ക് പിടിച്ചിട്ടിരുന്നത്. 4 അടുപ്പ് പിടിച്ചിട്ടിരുന്നു. അപ്പോൾ നമ്മൾ 3 പേര്, സന്ധ്യ ചേച്ചി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ തന്നെ നമ്മളൊരു ചേച്ചി വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് 3 അടുപ്പ് വേണോ ചോദിച്ചു. തൊട്ടടുത്തായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് മറ്റേ അടുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത്ര ലേറ്റ് ആയില്ലേ, നമ്മൾ ഈ അടുപ്പ് ചെന്ന് നമ്മൾ വിചാരിച്ച് ഫ്രീ ആണെന്ന് വിചാരിച്ചു. പക്ഷേ ആ ചേച്ചി പൈസയ്ക്കായിരുന്നു. അപ്പം സന്ധ്യ ചേച്ചി പൈസയും കൊടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും അവിടെ 4 അടുപ്പ് പിടിച്ചിട്ടിരുന്നു. അങ്ങനെ നമ്മളിവിടെ നല്ല തിരക്കായിരുന്നു. അറിയാമല്ലോ, ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്ക് പറയണ്ടല്ലോ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫുഡ് കിട്ടിയിരുന്നു. ബാഗ് വാങ്ങി ഗൈസ്. ഞാനൊരു ബാഗ് വാങ്ങി 250 രൂപ ഗൈസ്. 250. അപ്പോൾ നമുക്കിനി ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പോകണം. അതിനു മുന്നേ നമുക്ക് ഈ 3 അടുപ്പ് ആരെങ്കിലും ഏൽപ്പിക്കണം. അപ്പോൾ വരുന്നവരിടത്തെല്ലാം സന്ധ്യ ചേച്ചിയും നമ്മളും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അടുപ്പ് വേണോ എന്ന്. അപ്പോൾ അവർ ഓൾറെഡി അടുപ്പ് സെറ്റാക്കിയിട്ടാണ് വന്നത്. ഇതാണ് എനിക്ക് പുള്ളി പിടിച്ചിട്ട അടുപ്പ്. അപ്പോൾ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയെ കൊണ്ട് ലൊക്കേഷൻ കാണിച്ചപ്പോഴാണ് മനസ്സിലാക്കി തന്നത്. അടുപ്പ് കൊണ്ട് കാണിച്ചു തന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോയി ഇറങ്ങിയപ്പോൾ ഒരു ജീപ്പ് വന്നു. ആ ജീപ്പിൻ്റെ പുറക്കെ ചേച്ചി വെച്ച് പിടിക്കുകയാണ്. പുറക്കെ നമ്മളും ഉണ്ട്. അപ്പം ആ ഫ്രണ്ടിലിരിക്കുന്ന ഈ ചേച്ചിമാർ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു അടുപ്പ്. പക്ഷേ ജീപ്പ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പുറക്കെ പോവുകയാണ്. അപ്പോൾ രാജയ്ക്ക് ചിരി സഹിക്കാൻ വയ്യ. ഇതാണ് നമ്മളെ 3 അടുപ്പ്. അപ്പോൾ ജീപ്പ് ഏകദേശം സ്പീഡ് കൂട്ടി അടുപ്പ് കഴിഞ്ഞ് കിലോമീറ്ററുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാല് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കുറേ നമ്മളിങ്ങോട്ട് നടന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഫ്രൈഡ് റൈസ് കൊടുത്തു. ഓൾറെഡി നമ്മൾ ഫുഡ് കുറച്ച് കഴിച്ചായിരുന്നു. നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതിൻ്റെ വേറൊരു കാര്യം, നല്ല ചേട്ടന്മാർ, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളത്. നമ്മുടെ കൈയൊക്കെ അവർ കഴുകി തരുമായിരുന്നു വെള്ളം ഒഴിച്ചിട്ട്. നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ് കേട്ടോ. നല്ല ആൾക്കാരാണ് TVMലുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മളപ്പം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ എത്തി. ഇനി ദേവിയെ കാണുക, അതൊരു എന്താ പറയുക, സാഹസം നിറഞ്ഞൊരു കാര്യമാണ്. അത്ര എളുപ്പമൊന്നും ദേവിയെ കാണാൻ പറ്റത്തില്ല. അത് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാര്യം 3 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് കയറേണ്ടത്. പക്ഷേ നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ നമുക്ക് കയറാൻ പറ്റി. പ്രതീക്ഷിക്കാതെ അങ്ങ് കയറാൻ പറ്റി. അതാണ് സത്യം. പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചു, ദേവി ഇത്രയും ദൂരം ഒന്ന് വന്നിട്ട്. ഇത്രയും ദൂരം എന്ന് വെച്ചാൽ നമ്മൾ കൊല്ലത്തു നിന്നാണ്. പക്ഷേ കാസർഗോഡ്, ബാംഗ്ലൂർ, ബോംബെ എന്നൊക്കെ വരുന്നവരുണ്ട്. നമ്മൾ കണ്ടു. അത് അമ്മയുടെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് നമുക്കത് കാണാൻ പറ്റിയത്. വളരെ വിഷമമായിരുന്നു, കാണാൻ പറ്റത്തില്ല. അതൊരു ഇതിൽ വിഷമിച്ച് നടന്നപ്പോഴത്തേക്കും. പക്ഷേ നമ്മളത് കയറി, നമ്മൾ കണ്ടു. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ്. വിജനത എവിടെയും വിജനത. ഇത് കണ്ടോ ഗൈസ്, ഇത് ചാടാനൊരു പ്രേരണ തോന്നും. പക്ഷെ നമ്മൾ ചാടരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടാതെ താഴെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഉറുമിയെ കണ്ടുമുട്ടി. ഉറുമിയനൊക്കെ അതോടെ നിൽക്കുമായിരുന്നു. 7 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഉറുമിയെ കാണുന്നത്. അപ്പോൾ അവൾ എൻ്റെ അനിയത്തിയെ പോലെ നല്ല എൻ്റെ അനിയത്തി തന്നെയാണ്. അത്ര സ്നേഹമായിട്ട് ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞാണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നതാണ്. ഒരു 4 മണി ആവാൻ പോകണേ ഉള്ളൂ കേട്ടോ. അവിടെ നല്ല ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ തയ്യാറായിട്ട് അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും അമ്മൂമാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു കാഴ്ച കാണാൻ കഴിയുന്നതിൻ്റെ ഭാഗ്യമാണ്. അതികഠിനമായ വെയിലും വെയിലിൻ്റെ ചൂടും തീയുടെ ചൂടും കാറ്റും എല്ലാം ആയിട്ട് ഒരു സംഭവ വികാസം തന്നെയാണ് അവിടെ നടന്നത്. എൻ്റെ പൊന്നെ, ഒരു അനുഭവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് അതൊരു അനുഭവം, നല്ലൊരു അനുഭവമാണ് കേട്ടോ. എൻ്റെ കുട്ടി ഇവിടെ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. ഞാനും ആകെ അങ്ങ് തളർന്നു. കാര്യം ചൂട് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അത്ര. അപ്പോഴും നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മമാരൊക്കെ ഇങ്ങനെ, ഇത് വയനാട് നിന്ന് വന്നൊരു ടീമാണ് ഈ നിൽക്കുന്ന ഫുള്ള് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ എൻ്റെ അമ്പോ, അവിടെ മണ്ണ് പോലും വീഴില്ല, അത്രയ്ക്ക് ജനം. ഒരു 4 ട്രെയിൻ പോയിട്ടുണ്ടാവും. നമ്മൾ 4 മണിക്ക് ശേഷമാണ് ഇവിടെ വന്നത്. കാര്യം എനിക്കറിയാമായിരുന്നു കയറാൻ പറ്റില്ല ട്രെയിനകത്ത്, അവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ജനമാണ്. എന്നിട്ട് പോലും പിന്നെ ഇത്ര ജനമാണ്. അവിടെ പോലീസുകാരൊക്കെ നിയന്ത്രിക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വന്ദേ ഭാരതിലോട്ട് കയറാനെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ച് വന്നു. വേണ്ട, ആ
അത് ഉപേക്ഷിച്ചു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ചേച്ചി വന്ന് പറഞ്ഞു സ്ലീപ്പറിനകത്ത് ഇത് കണക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റിനകത്ത് അവിടെ ആൾക്കാർ മാറുന്നില്ലെന്ന്. അപ്പം പോലീസുകാർ പറഞ്ഞു കേരളം മൊത്തവും ഉണ്ട് സിസ്റ്റർ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് പോകാൻ ട്രെയിനിൽ കയറിയിരുന്നു. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.